നമസ്കാരം പ്രിയ കൂട്ടുകാരെ. എല്ലാ കൂട്ടുകാർക്കും മലയാളി സ്റ്റോറീസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന കഥ മനുഷ്യൻ എന്ന ഭീകര ജീവിയെക്കുറിച്ചാണ്. മനുഷ്യൻ ഭീകര ജീവിയാണോ? അല്ല എന്നാണ് കൂട്ടുകാരും ഞാനുമൊക്കെ അഭിപ്രായപ്പെടുക. പക്ഷേ മനുഷ്യൻ ചിലപ്പോൾ വലിയ ഭീകരനാണ് കേട്ടോ. കാട്ടിൽ സിംഹമുണ്ട്, പുലിയുണ്ട്, കടുവയുണ്ട്, ആനയുണ്ട്. അവരെക്കാരൊക്കെ ഭീകരന്മാരാണ് മനുഷ്യർ എന്ന് ഈ കഥ കേട്ട് കഴിഞ്ഞാൽ കൂട്ടുകാർക്ക് മനസ്സിലാവും. ഇനി നമുക്ക് കഥയിലേക്ക് പോകാം അല്ലേ. ഒരു കാട്ടിലെ ഒരു സിംഹം എന്നുവെച്ചാൽ ഒരു പെൺസിംഹം പ്രസവിച്ചപ്പോൾ അവർക്ക് 2 കുട്ടികളുണ്ടായിരുന്നു. ഒരു ആൺ സിംഹക്കുട്ടിയും ഒരു പെൺസിംഹക്കുട്ടിയും. ഈ സിംഹം തന്നെ മക്കളോട് ഓരോ ദിവസവും ഇങ്ങനെ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കും. മൃഗങ്ങളുടെ കഥ പറയും, മനുഷ്യരുടെ കഥ പറയും. അതുപോലെ തന്നെ നമ്മൾ ആരോടാണ് നമ്മൾ പിടിച്ച് തിന്നേണ്ടത്, അതുപോലെ തന്നെ ചെറിയ മൃഗങ്ങളെ എങ്ങനെയാണ് പിടിച്ച് തിന്നേണ്ടത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ തള്ള സിംഹം മക്കളായ സിംഹക്കുട്ടികളോട് പറഞ്ഞു, മക്കളെ, നിങ്ങൾ കാട്ടിൽ വേട്ടക്കിറങ്ങുന്ന സമയത്ത് ആനയെ വേണമെങ്കിൽ വേട്ടയാടാ, കടുവയെ വേട്ടയാടാ, പുലിയെ വേട്ടയാടാ, ഏത് ജീവിയെ വേട്ടയാടിയാലും കുഴപ്പമില്ല. മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ഭീകര ജീവിയുണ്ട്. ആ ജീവിയെ മാത്രം നിങ്ങൾ എന്ത് ചെയ്യരുത്, വേട്ടയാടരുത് എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പം ഇത് കേട്ട ആ സിംഹക്കുട്ടിക്ക് ഒരു കൗതുകം. എന്താണ് ഈ മനുഷ്യനെ വേട്ടയാടിയാൽ എന്താ സംഭവിക്കുക എന്നായി ഈ സിംഹക്കുട്ടിയുടെ ആലോചന. സിംഹക്കുട്ടി എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടിയൊന്നുമല്ല കേട്ടോ, അത്യാവശ്യം നല്ല വലുതായിരുന്നു. അങ്ങനെ ഇവന് കുറച്ച് പ്രായമൊക്കെ ആയപ്പോൾ ഈ കുട്ടി തീരുമാനിച്ചു, ഈ സിംഹം തീരുമാനിച്ചു, എന്തായാലും വേണ്ടിയില്ല, അമ്മ പറഞ്ഞതാണല്ലോ മനുഷ്യരെ വേട്ടയാടരുത് എന്ന്. ഞാനൊരു മനുഷ്യനെ തന്നെ വേട്ടയാടി ഭക്ഷണം കഴിച്ചിട്ട് മാത്രമേ ഇനി അങ്ങോട്ട് എനിക്ക് ജീവിതത്തിൽ സമാധാനം കിട്ടുകയുള്ളൂ എന്ന് നമ്മുടെ ആൺ സിംഹക്കുട്ടി വലുതായ സിംഹം ആലോചിച്ചു. അങ്ങനെ അവൻ ഒരു ദിവസം കാട്ടിൽ നായാട്ടിനിറങ്ങി. എന്തിനു വേണ്ടി ഇറങ്ങി? ഒരു മനുഷ്യനെ പിടിച്ച് തിന്നണം. അവൻ എത്തിപ്പെട്ടത് നേരെ ഒരു കരടിയുടെ മുന്നിലായിരുന്നു. അപ്പം കരടിയെ ഓടിച്ച് പിടിച്ചു. എന്നിട്ട് ചോദിച്ചു, എടാ നീയല്ലേ മനുഷ്യൻ, ഞാൻ നിന്നെ പിടിച്ച് തിന്നാൻ പോകുവാൻ, സത്യം പറഞ്ഞ നീ മനുഷ്യനല്ലേ എന്ന് ചോദിച്ചു. കരടി പറഞ്ഞു, അയ്യോ ഞാൻ മനുഷ്യനല്ല, ഞാൻ വെറും ഒരു കരടിയാന്ന്. അപ്പോൾ എവിടെയാടാ മനുഷ്യനുണ്ടാവുക എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, കാടിൽ മനുഷ്യന്മാരുണ്ടാവില്ല, മനുഷ്യന്മാരെ കിട്ടണേ കാടിൻ്റെ വെളിയിലേക്ക് പോകണം. അപ്പോൾ വെളിയിൽ ഗ്രാമങ്ങൾ ഉണ്ടാവും, അവിടെ മനുഷ്യരുണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ സിംഹച്ചൻ കാടിൻ്റെ വെളിയിലേക്ക് എത്തി. വെളിയിലേക്ക് എത്തിയപ്പോൾ എന്താ കണ്ടത്? അവിടെ വലിയൊരു കാളക്കുട്ടൻ നിൽക്കുന്നുണ്ടായിരുന്നു. ഈ കാളക്കുട്ടൻ എന്ത് ചെയ്തെന്നറിയോ? പിന്നെ സിംഹത്തെ കണ്ടപ്പോൾ ആകെ പേടിച്ചു കരയാൻ തുടങ്ങി. അപ്പം സിംഹം വിചാരിച്ചു ഇവനായിരിക്കും മനുഷ്യനെന്ന്. അപ്പോൾ കാളയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, സത്യം പറയടാ നീയല്ലേ മനുഷ്യൻ? കാള പറഞ്ഞു, അയ്യോ ഞാൻ മനുഷ്യനല്ല, ഞാൻ വെറും ഒരു കാളയാണ്. ഈ മനുഷ്യന്മാരെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ്. കണ്ടില്ലേ, എൻ്റെ കഴുത്തിലൊരു കയറൊക്കെ ഇട്ടിട്ട് ഇവിടെ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുകയാണ്. എന്നെ വല്ലാതെ തല്ലുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ഈ മനുഷ്യരെന്ന് പറയുന്നത്. ദയവായി സിംഹരാജാവ് ഒരിക്കലും മനുഷ്യരുടെ മുന്നിൽ പെടരുത് എന്ന് ആര് പറഞ്ഞു? ഈ കാളക്കുട്ടൻ സിംഹത്തോട് പറഞ്ഞു കൊടുത്തു. അപ്പം അത് കേട്ടപ്പോൾ സിംഹം എന്താ പറഞ്ഞത്? നീ ചുമ്മാതിരിയടാ, നിന്നെ ഇത്രയും ഉപദ്രവിക്കുന്ന മനുഷ്യരോട് നിനക്കെന്തിനാ ഇത്ര ദയ? ഞാൻ മനുഷ്യരെ പിടിച്ച് തിന്നിട്ട് മാത്രമേ ബാക്കി കാര്യമുള്ളൂ. സത്യം പറഞ്ഞ് എവിടെ പോയാലാ മനുഷ്യരെ കാണുവാന്ന് ചോദിച്ചു. അപ്പം കാളക്കുട്ടൻ പറഞ്ഞു കൊടുത്തു, ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മനുഷ്യന്മാർ താമസിക്കുന്ന ഗ്രാമത്തിലെത്തും. എന്നെ ഇപ്പം പുല്ല് മേയാൻ വേണ്ടി ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയിട്ടിരിക്കുക.
അതുകൊണ്ട് സിംഹരാജൻ നേരെ പോയാൽ മതി എന്ന് പറഞ്ഞു. കുറച്ച് ദൂരം പോയപ്പോൾ ഒരു ആശാരി എന്ന് പറഞ്ഞാൽ അറിയോ കൂട്ടുകാർക്ക്? നമ്മുടെ തടിയൊക്കെ ഈർന്നെടുത്ത് നമുക്ക് കട്ടിലും മേശയും ബെഞ്ചും കസേരയൊക്കെ ഉണ്ടാക്കി തരുന്ന ആളാണ് ഈ ആശാരി എന്ന് പറയുന്നത്. അങ്ങനെ സിംഹം ഈ ആശാരിയുടെ മുന്നിലെത്തിയപ്പോൾ സിംഹം ഓടി ചെന്നിട്ട് ആശാരിയെ കഴുത്തിന് പിടിച്ചിട്ട് പറഞ്ഞു, നീ മനുഷ്യനല്ലേ, സത്യം പറയടാ, നിന്നെ ഞാൻ തിന്നാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. ആശാരിയാണെങ്കിലോ ആകെ പേടിച്ച് വിറച്ചിട്ട് ആശാരി പറഞ്ഞു, അയ്യോ ഞാൻ മനുഷ്യനൊന്നുമല്ല, ഞാനൊരു ആശാരിയല്ലേ. അപ്പം സിംഹം ചോദിച്ചു, എന്താ ഈ ആശാരി എന്ന് പറഞ്ഞാൽ? അപ്പോൾ ആശാരി പറഞ്ഞു, എനിക്ക് നല്ല നല്ല വീടുകൾ, അതുപോലെ തന്നെ ഫർണിച്ചറുകൾ, ഇതൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരാളാണ് ഞാൻ. എന്നെക്കൊണ്ട് മനുഷ്യന്മാർ നിർബന്ധിച്ച് നല്ല നല്ല വീടുകളൊക്കെ ഉണ്ടാക്കിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മര്യാദയ്ക്ക് അവരുദ്ദേശിച്ച രൂപത്തിൽ വീടൊന്നും ആയിട്ടില്ലെങ്കിൽ എന്നെയും തല്ലുമെന്നൊക്കെ സിംഹത്തോട് തട്ടിവിട്ടു. അത് കേട്ടപ്പോൾ സിംഹം വിചാരിച്ചു, ഓ ഇത് പാവം, ഇയാളൊരു ആശാരിയാണല്ലോ, എന്തായാലും മനുഷ്യനല്ലല്ലോ എന്ന് കരുതി സമാധാനിച്ചുകൊണ്ട് സിംഹം ഇദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് ഈ മനുഷ്യന്മാർക്ക് നീ ഉണ്ടാക്കി കൊടുക്കുന്ന തരത്തിലുള്ള ഒരു വീടുണ്ടാക്കി തരാൻ പറ്റുമോ നിനക്ക് എന്ന് ചോദിച്ചു. ഓ തീർച്ചയായും ഉണ്ടാക്കാം, അതിനെന്താ കുഴപ്പമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ സിംഹത്തെയും കൂട്ടി ആശാരി അയാളുടെ വീട്ടിനടുത്തെത്തിയപ്പോൾ ഈ വീട് കണ്ടപ്പോൾ സിംഹം ചോദിച്ചു, ഇതാരുടെ വീടാണ് എന്ന് ചോദിച്ചു. അപ്പോൾ ഇയാൾ പറഞ്ഞു, എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയ വീടാണ്. അപ്പോൾ എനിക്ക് വേണ്ടി നീ എങ്ങനെയാണ് വീടുണ്ടാക്കുന്നതെന്ന് ചോദിച്ചു. ആശാരി പറഞ്ഞു, ഇപ്പം ഉണ്ടാക്കിത്തരാം. അവിടെ ഉണ്ടായിരുന്നു കുറേ പലകയുടെ കഷ്ണവും വിറക് കൊള്ളിയും കമ്പും ആണിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എന്ത് ചെയ്തു, ഇതൊക്കെ എടുത്തു വെച്ചുകൊണ്ട് ഒരു പെട്ടിക്കൂട് പോലെയുള്ള ഒരു കൂടുണ്ടാക്കി. എന്നിട്ട് സിംഹത്തോട് ആശാരി പറഞ്ഞു, ഇതാ നിങ്ങൾക്കുള്ള കൊട്ടാരം, ഇതെനി എന്ത് ചെയ്യണോ, നിങ്ങൾക്ക് അളവ് പാകാകുവാണോ എന്ന് നോക്കണം, അതുകൊണ്ട് നിങ്ങളൊന്ന് ഇതിൻ്റെ അകത്തേക്ക് കയറണമെന്ന് പറഞ്ഞു. അങ്ങനെ സിംഹം എന്ത് ചെയ്തു, ഈ കൂടിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ ആശാരി എന്ത് ചെയ്തു എന്നറിയോ, 2-3-4 പലകയുടെ പീസ് എടുത്തുകൊണ്ട് കൂട് സേഫായി അടച്ച് ആണിയടിച്ചു. അപ്പോൾ സിംഹം പറഞ്ഞു, എനിക്ക് പുറത്തിറങ്ങണം, പെട്ടെന്ന് തുറക്ക്. അപ്പോൾ ആശാരി പറഞ്ഞു, എടാ മണ്ടച്ചാരേ, ഇതാണ് ഞങ്ങളുടെ മനുഷ്യരുടെ രീതി. നീയൊക്കെ നിൻ്റെ കഴിവും ആരോഗ്യവും ശക്തിയും ഉപയോഗിച്ച് കളിക്കുന്നു. മനുഷ്യരായ ഞങ്ങൾ കളിക്കുന്നത് ഞങ്ങളുടെ ബുദ്ധി കൊണ്ടാണ്. നിന്നെ ഇനി എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഇവിടെയുള്ള ആളുകളെയൊക്കെ വിളിച്ച് വിവരം അറിയിച്ച് അവർ നിന്നെ പിടിച്ചു കൊണ്ടുപോയി ഏതെങ്കിലും കാഴ്ച ബംഗ്ലാവിലിട്ട് ഞങ്ങൾ മനുഷ്യരായ ആളുകൾക്ക് കാണിക്കാനുള്ള കാഴ്ച വസ്തുവായി നീ മാറും കേട്ടോ സിംഹ പൊട്ട എന്ന് നമ്മുടെ ആശാരി സിംഹത്തെ കളിയാക്കി പറഞ്ഞു. അതിനുശേഷം അയാൾ അവിടെയുള്ള ഗ്രാമത്തിലെ എല്ലാ ആളുകളെയും വിളിച്ചു കൊണ്ടുവന്നു. സിംഹത്തിന് അപ്പോഴാണ് മനുഷ്യനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരജീവി എന്ന കാര്യം ബോധ്യപ്പെടുന്നത്. അങ്ങനെ മനുഷ്യരെല്ലാവരും ചേർന്ന് സിംഹത്തിൻ്റെ കൈയും കാലും എല്ലാം കയറുകൊണ്ട് കെട്ടി അതിനെ പിടിച്ചു കൊണ്ടുപോയി കാഴ്ച ബംഗ്ലാവിലെ ഇരുമ്പ് കൂട്ടിലിട്ട് പൂട്ടി. അതോടെ ആ സിംഹത്തിൻ്റെ മനുഷ്യരെ പിടിച്ചു തിന്നാനുള്ള ആഗ്രഹവും അവസാനിച്ചു. ഇതാണ് കഥ. കൂട്ടുകാർക്ക് കഥ ഇഷ്ടമായോ? എങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ കൂട്ടുകാരുടെ രക്ഷിതാക്കളുടെയൊക്കെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. ഇനി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ നമുക്ക് പിരിയാം. നന്ദി, നമസ്കാരം.